ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ പേര് നിഷ. ഈ ഒരു പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പം പലരുടെയും പോഡ്കാസ്റ്റുകൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അങ്ങനെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരാശയമാണിത്. സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് എന്താ പറയേണ്ടത്, ഞാനിങ്ങനെ പ്രീ റെക്കോർഡൊന്നുമല്ല, ഇങ്ങനെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാനൊരു 10 കിലോമീറ്റർ നടന്ന് ഇങ്ങനെ ടയേർഡായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് പറയാം. ആ ഒരു ഇത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം എല്ലാവരും അവനവൻ്റെ ആരോഗ്യമൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു സമയമാണല്ലോ ഈ കോവിഡ് കാലഘട്ടത്തിൽ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഓരോ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ഒരാളാണ് ഞാനും. പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ഞാൻ ഡയറ്റ് ചെയ്യാറുണ്ടോ എന്ന്. ഞാൻ ഇന്നേവരെ ഡയറ്റ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ പറഞ്ഞ പോലെ എല്ലാ ഭക്ഷണ സാധനങ്ങളും നമുക്കൊരു ലിമിറ്റുണ്ട്. അത് ആ ഒരു ലിമിറ്റ് വിട്ട് ഞാൻ കഴിക്കാറില്ല. പക്ഷേ എനിക്ക് കഴിക്കാൻ എന്നെ തിരിച്ച് കടിക്കത്തില്ലാത്ത എല്ലാ ഐറ്റംസും ഞാൻ ഫുഡ് ഐറ്റംസ് ഞാൻ കഴിക്കുന്നതാണ്. വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന കേരള സ്റ്റൈലിലുള്ള സാധാരണ ഫുഡുകൾ തന്നെയാണ് ഞാൻ കഴിക്കാറ്. പിന്നെ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്, മെൽബണിലാണ്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് മലയാളത്തിൽ സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇടയ്ക്ക് ലാംഗ്വേജ് മാറ്റി ഇംഗ്ലീഷിൽ സംസാരിക്കാം. കാരണം ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണല്ലോ ഇംഗ്ലീഷ്. അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു വൈഡ് ഒരു ഓഡിയൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാലും തുടക്കക്കാരി എന്നുള്ള നിലയിൽ നമ്മൾ ജനിച്ചു വളർന്ന നാട്, നമ്മുടെ മലയാള ഭാഷയൊക്കെ, ഞാനൊരു കോട്ടയംകാരിയാണ്. അപ്പോൾ ഫായ്ക്കെല്ലാം ഫാ തന്നെ പറയത്തുള്ളൂ. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് പലതവണ കയറി വരുന്ന കേൾക്കാമായിരിക്കും. അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കിങ്ങനെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞതുപോലെ നടത്തം പോലെ തന്നെ ആ ഫായും ഇടയ്ക്ക് ഇങ്ങനെ കയറിപ്പോയി. അപ്പം അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കും എൻ്റെ സംസാരമൊക്കെ. അപ്പം എന്താ ടോപ്പിക്ക്, ഇന്നിപ്പോൾ തുടക്കമല്ലേ, അപ്പം ജസ്റ്റ് ചെറിയൊരു രീതിയിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി തന്നെ ആയിക്കോട്ടെ. നമ്മളെല്ലാവരും ഡെയിലി ഫുഡ് കഴിക്കാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പല്ല് തേക്കാറുണ്ട്, മുഖം കഴുകാറുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളിൽ എത്ര പേര് ഒന്ന് എഴുന്നേറ്റ് നടക്കുമോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നു മിക്കവരും തന്നെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഒരു വലിയ ശതമാനം ആൾക്കാർ അത് അങ്ങനെ ചെയ്യാറില്ല. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് ഇങ്ങനെ മടി പിടിച്ച് ഞാൻ ഡെയിലി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മിനിമം ഒരു 8 കിലോമീറ്ററൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ മടി പിടിച്ചിട്ട് 5-8 മാസമായിട്ട് നടക്കാണ്ടിരുന്നു. ഇതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു 5.5 അടി മിച്ചം പൊക്കമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 62 കിലോയിൽ നിന്നിരുന്ന ഞാൻ 69 കിലോയിലേക്ക് വെയിറ്റ് കൂടി. ഈ ഒരു 5-8 മാസത്തെ എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നാലും ഞാൻ 3 കിലോമീറ്ററൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കംപ്ലീറ്റ്ലി നടത്തൊന്നും ഇല്ല എന്നല്ല. പക്ഷേ ആ ഒരു മടി കാരണം നമ്മളുടെ ആ ഒരു ബോഡിയിൽ തന്നെ ചേഞ്ചസ് കാണാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് ശരിയാവത്തില്ല. കാരണം ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയല്ല, എന്നെക്കൊണ്ട് ഇത് സാധിക്കും, വീണ്ടും തീർച്ചയായിട്ടും ഇത് സാധിക്കും. അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ വീണ്ടും ഞാൻ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ആവറേജ് എന്ന് പറയുന്നത് 10 കിലോമീറ്ററെങ്കിലും ഞാൻ നടക്കും. പിന്നെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ സെപ്റ്റംബറിൽ സ്റ്റെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു ഫണ്ട് റൈസിങ് ചലഞ്ച് ഉണ്ട്. അപ്പം വർക്ക് പ്ലേസിൽ എല്ലാ വർഷവും അവരത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഇതായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ടീം ഓഫ് 4 ആണ് നമ്മളുടെ ഓരോ ഇതിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മളുടെ കൊളീഗ്സുമായിട്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ മാസം മോർ ദാൻ 550,000 സ്റ്റെപ്സ് ഞാൻ എടുത്തു കഴിഞ്ഞ സെപ്റ്റംബറിൻ്റെ ഭാഗമായിട്ട്. അതുകൂടാതെ പല ഫ്രണ്ട്സും ഞാനൊരു സെറ്റ് ടാസ്ക് ചെയ്തു. ഞങ്ങളെല്ലാവരും ഇൻഡിവിജ്വലി ചെയ്തു.
അപ്പം ഞാൻ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നത് $300 റൈസ് ചെയ്യാന്നുള്ളതായിരുന്നു ഇവിടുത്തെ കിഡ്സിൻ്റെ സെർബൽ പാൽസി ഫൗണ്ടേഷൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ആ ഒരു $300 പല ഫ്രണ്ട്സ് വഴി അങ്ങനെയൊക്കെ ആയിട്ട് റൈസ് ചെയ്യാനും പറ്റി. അങ്ങനെ ഒരു നല്ലൊരു ഒരു നല്ലൊരു പദ്ധതിയുടെ ഭാഗമാകാൻ സാധിച്ചില്ല. അധികം സന്തോഷമുണ്ട്. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില ആക്ടിവിറ്റികൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ അതിനെ നമുക്ക് വേറൊരു രീതിയിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും ആ ഒരു മാസം കൊണ്ട് തീരുന്നതല്ല. ഇനിയും നമ്മളെക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ല എന്നെക്കൊണ്ട് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഗോൾ ഓറിയൻറ്റഡ് മൈൻഡിൽ പോകുമ്പം ശരിക്കും നല്ലതാണ്. നമ്മളുടെ ആ ഒരു ഇമോഷണൽ ആൻഡ് മെൻ്റൽ നമ്മുടെ ആ ഒരു വെൽബീയിങ്ങിന്, നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ മെൽബൺ ആണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം ലോക്ക്ഡൗൺ നേരിട്ട ഒരു സിറ്റി എന്ന് പറയുന്നത്, ലോകത്തിൽ തന്നെ. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം എൻ്റെയൊക്കെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നതാണ്. ആ ജോലിക്ക് പോകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം. കാരണം അതാണ് നമുക്ക് വേറൊരു വ്യക്തികളെ കാണാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ നേരെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, ഇവിടെ നമുക്ക് റെസ്ട്രിക്ഷനാണ്. വീടിന് ചുറ്റുമുള്ള 5 കിലോമീറ്റർ റേഡിയസിൽ മാത്രമാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അതും എസെൻഷ്യലായിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാനോ അങ്ങനെയൊക്കെയുള്ള ഇതിനു വേണ്ടി മാത്രം. ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഇപ്പം ഞാനൊരു എസെൻഷ്യൽ വർക്കറാണ്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലിക്ക് പോകാൻ ദൂരേക്ക് പോകാൻ പറ്റുന്നത്. അല്ലാത്ത എല്ലാവരും തന്നെ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് മാനസികമായിട്ടുള്ള ഒത്തിരി പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ചേഞ്ചസ്, ഒന്ന് ഓടാൻ പോവുക അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം നിലനിർത്താൻ വളരെയധികം സഹായിക്കും. അപ്പം ഈ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ദിസ് ഇസ് നീഷ സൈനിങ് ഓഫ് ഫ്രം മെൽബൺ. താങ്ക് യു. ബൈ.